മഞ്ഞുമൽ ബോയ്സ് എന്ന് പറഞ്ഞ സിനിമയ്ക്ക് കാശ് മുടക്കിയെന്ന് പറയുന്നത്. പക്ഷേ യഥാർത്ഥ ആള് കാശ് മുടക്കിയ ആൾ ഇവിടെ ഇരിപ്പുണ്ട്, ദാരിദ്ര്യവും പട്ടിണിയൊക്കെ ആയിട്ട്. ഇതേക്കുറിച്ച് എങ്ങനെയാ, നമ്മുടെ പേരെങ്ങനെയാ? എൻ്റെ പേര് ഷഫീഖ്. എന്താണ് ഇതിനെപ്പറ്റി പറയാനുള്ളത്? പുള്ളി നല്ല ബുദ്ധിമുട്ടിലാണ് ഇപ്പോൾ കഴിഞ്ഞു പോകുന്നത്. ഈ സാധിക്കും നമ്മൾക്ക് ഒരുപാട് ദുആ ചെയ്യുന്നുണ്ട് പുള്ളിയുടെ കാര്യങ്ങൾ നടക്കാനായിട്ട്. പുള്ളി നിത്യവൃത്തിക്ക് പോലും കഴിയാതെ നടക്കുന്നത്. പുള്ളീൻ്റെ പുറകെ നടന്ന് പുള്ളിയുടെ ആയുസ് കളയും. പിന്നെ കേസ് നടത്താനുള്ള സാമ്പത്തിക ശേഷി പുള്ളിക്കില്ല. വളരെ പിന്നെ മോളെ കല്യാണമൊക്കെ ആയിട്ടുണ്ട്, പ്രായപൂർത്തിയായിട്ടുണ്ട്, കെട്ടിക്കാനുള്ള. പുള്ളിക്ക് ഇത് നടത്തിക്കൊണ്ടുള്ള ഒരു ഇതുമില്ല. വളരെ ബുദ്ധിമുട്ടാണ് പുള്ളി മുന്നോട്ട് പോകുന്നത്. പുള്ളിക്ക് വേറെ ജോലി ചെയ്യാനുള്ള ഒരു ഇതും ഇല്ല. പുള്ളി പണ്ട് പോലെ ഉറസയിൽ പോയി കഷ്ടപ്പെട്ടാണ് ഈ ചെമ്മീൻ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. നാട്ടിലാണെങ്കിൽ ഇപ്പം ഇതിന്റെ പുറകെ കേസുമായിട്ട് നിൽക്കുകയാണ്, ഒരു കാര്യം ചെയ്യാനും പറ്റുന്നില്ല. വണ്ടിക്കാശ് പോലും ഇല്ല പുള്ളി കേസിനായിട്ടൊക്കെ പോകണം. നമുക്കിത് കാണുമ്പോൾ സങ്കടം തോന്നും. നിങ്ങളൊക്കെ സംസാരിക്കുകയല്ലേ പുള്ളിയായിട്ട് ഈ ഒരു കാര്യം? സിറാജുമായിട്ടൊക്കെ എപ്പോഴും സിറാജുമായിട്ട് നമ്മൾ സംസാരിക്കില്ല. പുള്ളി കാശിക്കുള്ള ആളല്ലേ. അപ്പോൾ പുള്ളിക്ക് സ്വാധീനമുള്ളവർക്ക് ഇപ്പം എന്തെങ്കിലും നടത്താനല്ല. ഇപ്പം കാശുമ്പോഴുള്ള എന്തും സാധിക്കുമല്ലോ, മനസ്സിലാക്കാം. സിറാജുമായിട്ട് എന്തെങ്കിലും കാണാൻ ശ്രമിച്ചിട്ടുണ്ടോ? ഇങ്ങനെ ബുദ്ധിമുട്ട് പ്രാവശ്യം പുള്ളിക്ക് നമ്മളെ ഓഫീസിൽ പോയിരുന്നു, പുള്ളി ജയിലിൽ കൊണ്ടുപോയപ്പോൾ. അപ്പോൾ പുള്ളി ഇവിടുന്ന് ഒറീസയിലോട്ട് കൊണ്ടുപോയി, ജയിലിലോട്ട് അല്ലേ? ഇവിടെ പോലീസുകാരുടെ വന്ന് ഈ സാദിഖിനെ കൊണ്ട് അങ്ങ് പോയി ജയിലിലോട്ട് കൊണ്ടുപോയി. 1 മാസം അവിടെ കൊണ്ടിട്ടു. ഈ സമയത്ത് നിങ്ങൾ സിറാജിനെ കാണാൻ പോകും. അപ്പോൾ പുള്ളി പറഞ്ഞു പുള്ളി അത്ര നല്ല ആളല്ല, ഇങ്ങനെ മോശപ്പെട്ട ആളാണ്, എന്നെ പറ്റിക്കണെന്നൊക്കെയാണ് പുള്ളി മോശമായിട്ടാണ് അന്ന് ഇങ്ങനെ പറ്റി പറഞ്ഞത്. എന്ത് മോശമെന്നാണ് പുള്ളി പറയുന്നത്? പുള്ളി പറഞ്ഞ് പുള്ളിയുടെ രീതിക്ക് പുള്ളി നിൽക്കണം എന്നാണ് പുള്ളി പറഞ്ഞത്. അവിടെ ഇങ്ങനെ അവരെയൊക്കെ പറ്റിച്ച് നിൽക്കണം എന്നുള്ളതാണ് പുള്ളിയുടെ. ഏത് ഒറീസയിലുള്ള ആൾക്കാരെയൊക്കെ പറ്റിച്ച് നിൽക്കാന്നാണ് ഇങ്ങനെ സിറാജ് പറയുന്നത്. പുള്ളിക്ക് കാശ് കൊടുക്കാനായിട്ട് താല്പര്യമില്ല. കാശ് കൊടുക്കാനുള്ള താല്പര്യമില്ലാതാണ് പുള്ളി അന്ന് വർത്താനത്തിൽ മനസ്സിലാണ്. ഇത് സർവ്വസാധാരണമാണ്. ഇങ്ങനെ ചെമ്മീൻ എടുക്കും, ആൾക്കാരെ പറ്റിക്കും എന്നൊക്കെയുള്ള മൊത്തത്തിൽ പറഞ്ഞു. ഇങ്ങനെ ചെമ്മീനൊക്കെ എടുക്കും, അങ്ങനെ ഉണ്ട് രീതി. എന്നിട്ട് കൊടുക്കില്ല, അങ്ങനെ പറ്റിക്കും. മറ്റുള്ള പ്രോപ്പർട്ടികളിലേക്കൊക്കെ ഇതിൻ്റെ ഇൻവെസ്റ്റ് ചെയ്യും. ആര്, സിറാജാണോ സാദിഖായാണോ? അല്ല, സിറാജ്. അല്ല, ഇവിടുത്തെ പൊതുവെ രീതി അങ്ങനെയാണ് പുള്ളി പറയുന്നത്. ഇങ്ങനെ ചെമ്മീനൊക്കെ എടുത്ത ആൾക്കാരെ പറ്റിക്കലാണ് ഇതിൻ്റെ രീതി എന്നൊക്കെയാണ് പറയുന്നത്. സിറാജ് തന്നെ എടുക്കും. അല്ല, മറ്റുള്ള ആൾക്കാരൊക്കെ എടുത്തിട്ട് ഇങ്ങനെ പറ്റിച്ചിട്ടാണ് ഇതിങ്ങനെ കൊണ്ടുപോകണമെന്നൊക്കെയാണ് പുള്ളിയുടെ പറയുന്നത്. ചെമ്മീൻ എടുത്തിട്ട് ഇങ്ങനെ പൈസ കളക്ട് ചെയ്തിട്ട് വേറെ എന്തെങ്കിലുമൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ആളെ പറ്റിക്കാം. ഇതിപ്പോൾ ഇങ്ങനെ മാത്രമല്ല, ഇങ്ങനെ പലരും പഠിച്ചിട്ടുണ്ടാവും. ഒരുപാട് പേരെ പഠിച്ചിട്ടുണ്ട്. ഇത് പൊതുവിലുള്ള സംസാരം അല്ലേ സിറാജിനെ പറ്റി? അങ്ങനെ ഈ നാട്ടിൽ സംസാരം ഉണ്ടോ? ഇങ്ങനെ പൊതുവെ അവിടെ മുമ്പേ പോയി പണിയെടുത്ത ആളാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ നല്ല പരിചയമുണ്ടല്ലോ. അപ്പോൾ അത് വെച്ചിട്ട് കുറേ കസ്റ്റമർ അവിടെ നിന്ന് കിട്ടും. അപ്പോൾ ഇങ്ങനെ പറ്റിക്കാന്നുള്ളതാണ് പുള്ളിയുടെ മൈൻഡ് എന്നായിരിക്കും. ഇങ്ങനെ അങ്ങനെ അവിടെ പോയി നല്ല പരിചയമുള്ള ആളാണല്ല, പണ്ട് പോലെ പോയിട്ട് നല്ല ആൾക്കാരുടെ ബന്ധമുള്ള ആളാണ്. അപ്പോൾ ഇങ്ങനെ പറ്റിക്കാന്നുള്ളതാണ് പുള്ളി മനസ്സിലാക്കിയത്. ശരിക്കും പറഞ്ഞൊരു വലിയ തട്ടിപ്പാണ് നടത്തിയത് അല്ലേ സിറാജ്? പക്ഷേ ഇദ്ദേഹത്തിന്റെ ഈ അവസ്ഥ കണ്ടിട്ട് പോലും മനസ്സലിവ് ഉണ്ടാകുന്നില്ല. ഒരു മനസ്സലിവും ഇല്ല. എന്തെങ്കിലും പുള്ളിക്ക് കൊടുക്കാനും പുള്ളിയുടെ രീതിയിൽ എന്തെങ്കിലും നക്കാപ്പിച്ച് കൊടുത്ത് ഒഴിവാക്കാനാണ് പുള്ളി. അല്ല, അതുപോലെ ഇപ്പൊ കൊടുക്കുന്നില്ലല്ലോ. അതുപോലെ ഇപ്പൊ കൊടുക്കുന്നില്ല. ഒരു ചെലവ് കാശ് പോലും 10,000 കൊടുക്കാൻ പുള്ളി തയ്യാറായില്ലല്ലോ. ആകെപ്പാടെ ഞങ്ങളൊക്കെ ആകെപ്പാടെ ഇതായിരിക്കും സംസാരിക്കുമ്പോൾ ഈ കാര്യം തന്നെ പറയണം. പുള്ളി ഇങ്ങനെ കിട്ടാനുള്ള പൈസ കിട്ടണം, എന്നാലും എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അവിടെ നിന്ന് ആൾക്കാർ വിളിക്കുന്നുണ്ട്, എനിക്ക് നിൽക്കാൻ പറ്റില്ല. ഒരു രാത്രിയൊക്കെ സംസാരമുള്ളേ അവിടെ നിന്ന് ആൾക്കാർ വിളിക്കുമ്പോൾ. പിന്നെ പോലീസുകാരെ പേടിയുണ്ട് പുള്ളിക്ക് ഉറപ്പൊന്നും അങ്ങനെ കിട്ടാറില്ല. എപ്പോഴാണ് വരുന്നത് പറയാനും പോകത്തില്ല. എപ്പോഴും പുള്ളിക്കാ ടെൻഷനുണ്ട്. പോലീസ് ഒരു പ്രാവശ്യം വന്ന് കൊണ്ടുപോകാനില്ല, പിന്നെയും വരുവാന്നുള്ള പേടിയാണ് പുള്ളി. ആരെങ്ങാടും പോകാനും പറ്റില്ല, ജോലി എടുക്കാനും പറ്റില്ല. ആ പാടെ ഇതാണ്. പുള്ളിയാണെങ്കിൽ ഒരു പണിക്കും ആരോഗ്യസ്ഥിതി മോശമല്ലേ, ആരോഗ്യം ഒക്കെ കുറഞ്ഞത് തന്നെയാണ് പുള്ളിക്ക്. വേറെ പണിയെടുക്കാൻ പറ്റില്ല. പിന്നെ പുള്ളിയുടെ കാര്യങ്ങളും നടക്കുന്നില്ല. അവർക്ക് കേസൊന്നും എങ്ങനെയെങ്കിലും വിജയിപ്പിക്കാൻ മതിയായിരുന്നു. അതിനുള്ള സാമ്പത്തിക ശേഷി പുള്ളിയുടെ ഇല്ല മുടക്കാനായിട്ട്. ആണോ? എങ്ങനെ ഈ മഞ്ഞുമൽ ബോയ്സും ഈ സിറാജും സാദിഖും ഒക്കെ ആയിട്ടുള്ള ബന്ധം? നിങ്ങൾ ഒറീസയിലായിരുന്നോ ജോലി ചെയ്തോണ്ട്? ഞാൻ എൻ്റെ മാമൻ്റെ കൂടെ ഒറീസയിലാണ്, സീ ഫുഡിൽ
എന്നുള്ള കമ്പനീൻ്റെ ഇതിൽ സൂപ്പർവൈസറായിട്ട് പോയി വർക്ക് ചെയ്തിട്ടുള്ളതാണ്. പിന്നെ എൻ്റെ സാധിക്കുന്നു അറിയാമല്ലോ, പുള്ളി തന്നെയാണ് എന്നെ അവിടെ ജോലി ഏൽപ്പിച്ച് അങ്ങോട്ട് കൊണ്ടുപോയത്. അങ്ങനെ ഒരു 2 മാസം 3 മാസം ആ സമയത്ത് കൊറോണ കാലങ്ങളായിരുന്നു. ഒരു 3 മാസത്തോളം ഞങ്ങൾ വലിയ കുഴപ്പമൊന്നുമില്ലാതെ പോയി. പെട്ടെന്ന് ഫണ്ട് ബ്ലോക്കായെന്ന് പറഞ്ഞിട്ട് അവിടെ കാര്യങ്ങൾ പ്രശ്നമാവുകയും മറ്റേ ചരക്ക് കൊടുത്തവർ വന്ന് ബഹളം ഉണ്ടാക്കുകയും ഫാക്ടറി അടച്ചിടേണ്ടി വരിക എന്നുള്ള അവസ്ഥ വരെ എത്തുകയും ഞങ്ങൾക്ക് ആർക്കും നിൽക്കാൻ പറ്റാത്ത രീതി എന്നുള്ള ഒരു ഇതുവരെയൊക്കെ ആയപ്പോഴാണ് നമ്മളോട് ഈ സിറാജ് എന്ന് പറയുന്ന പുള്ളി ഇങ്ങോട്ട് നാട്ടിലേക്ക് പോകുന്നുള്ളൂ, ഞാൻ എന്നിട്ട് നമുക്ക് എന്താണെന്ന് വെച്ചാൽ സെറ്റിൽ ചെയ്യാന്നുള്ള രീതിയിൽ പറഞ്ഞു. അങ്ങനെ മഞ്ഞുമൽ ബോയ്സിന്റെ പ്രൊഡ്യൂസർ സിറാജിനെ കണ്ടിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. അപ്പോഴെല്ലാം പുള്ളി വാഗ്ദാനങ്ങളാണ് തരുന്നത്, നമുക്ക് ചെയ്യാം. പുള്ളി നമ്മൾ പറഞ്ഞ് കേട്ട് കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും പുള്ളി ചെയ്യും എന്നുള്ള രീതിയിലാണ് പുള്ളി സംസാരിക്കുള്ളൂ. അതാണ് പുള്ളിയുടെ ഏറ്റവും വലിയ മിടുക്ക്. അങ്ങനെ ഒരു വിശ്വാസത്തിലാണ് മാമ ഈ പറഞ്ഞ ചെക്കും കാര്യങ്ങളും ചരക്കും എല്ലാം അത്ര ഇതായിട്ട് കൊടുത്തത്. അതുപോലെയാണ് പുള്ളിയുടെ നമ്മളായിട്ടുള്ള ഡീലിങ്, മാമാനായിട്ടുള്ള ഡീലിങ് വരെ അത്ര ഇതാണ്. ഒരു ചേട്ടനെ പോലെ ഒരു നല്ലൊരു സുഹൃത്ത് ബന്ധം എന്നുള്ള ഒരു ഇതൊക്കെ തന്നെ അത്രയും വിശ്വാസം വരുന്നു. അങ്ങനെ അതാണ് മാമ ചെയ്ത തെറ്റ് കൊണ്ടിട്ടാണ് ഈ പുള്ളി എൻ്റെ സാധിക്കാമ ഇപ്പോൾ അനുഭവിക്കുന്ന ഓരോ പ്രശ്നങ്ങൾക്കും. നിങ്ങൾ അവിടുത്തെ ഈ സാധിക്കാട് കമ്പനിയിലെ സ്റ്റാഫായിരുന്നു? അതെ അല്ലേ. എത്ര കാലം അവിടെ വർക്ക് ചെയ്തു? അവിടെ ഒരു മൊത്തം ഒരു 4 മാസം 5 മാസം ആ ഒരു കാലത്തോളം. അതായത് ഇവിടത്തെക്കാളൊക്കെ വലിയ കമ്പനിയാണ്. ഒരു 100-ൽ താഴെ സ്റ്റാഫുകൾ ഉണ്ടായിരുന്നു. എല്ലാം അവർ വരെ നമ്മളെ ബ്ലോക്ക് ചെയ്യണ അവസ്ഥ, അതായത് കമ്പനിയിൽ നിന്ന് വിടാത്ത അവസ്ഥ വരെ ഉണ്ടായിരുന്നു. എന്നെ വരെ ബ്ലോക്ക് ചെയ്ത് നിർത്തിയിട്ടുണ്ട്, നിങ്ങൾ വിടൂല, പൈസ തരാതെ വിടില്ല. അതായത് സാധാരണക്കാർക്ക് വരെ ശമ്പളം കൊടുക്കാനുള്ള പൈസ വരെയും ഇയാൾ കൊടുക്കുന്നില്ല എന്ന് വന്നപ്പോഴത്തേക്ക് അവർ ചെയ്ത ഇതാണ്. കമ്പനിയിൽ നിന്ന് ആരും പൈസ തരാണ്ട് പോകണ്ടെന്നും പറഞ്ഞ് ഞങ്ങളെ അവിടെ കമ്പനി കൂട്ടി ഇരുത്തിയാണ് അവിടെ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഓരോ പ്രശ്നത്തിനും അങ്ങനെയാണ് ഈ ചെക്ക് കൊടുക്കേണ്ട നമ്മളെ ഒരു സാഹചര്യത്തിലേക്ക് വരുന്നത്. നമുക്ക് അത്ര പ്രശ്നമായിട്ട് വരുമ്പോഴത്തേക്കും ചെക്കാണ് പിന്നെ നമ്മൾ അവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് പുള്ളി ചെയ്യണ മാർഗം അതാണ്. വിശ്വസിക്കാനായിട്ട് അവരോട് ഈ പറയുന്ന ഗ്യാപ്പുകളെല്ലാം ആ സമയത്ത് ഇയാൾ പൈസ കൊടുക്കണം, ഇത് കൊടുക്കില്ല. അങ്ങനെ വന്നപ്പോഴത്തേക്കും അവർ ഫുള്ള് ബ്ലോക്ക് ചെയ്തത്, നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ലാതെ വന്നിട്ട് പുള്ളി ചെക്ക് കൊടുത്തു. അങ്ങനെയാണ് ചെക്ക് എല്ലാവർക്കും കൊടുത്തത്. അത് എല്ലാ പാർട്ടിക്കാർക്കും ഞാൻ ഉൾപ്പെടെ നിൽക്കുമ്പോഴാണ് ഈ ചെക്ക് കൊടുത്ത് നമ്മളവിടുന്ന് ശരി ഒന്ന് ബാക്കിയുള്ള നമുക്ക് സംസാരിച്ച് ഇതാക്കാന്ന് പറഞ്ഞിട്ടാണ് അവിടുന്ന് രക്ഷപ്പെട്ട് ഇങ്ങോട്ട് പോകുന്നത്. അത് കഴിഞ്ഞിട്ടും ഇയാൾ കൊടുക്കാന്ന് പറയുന്നല്ലാതെ പുള്ളി കൊടുക്കൂല എന്നുള്ളൊരു ഇതായപ്പോഴാണ് പിന്നെ മാമ കേസ് എന്നുള്ള രീതിയിലേക്ക് പോയി. അങ്ങനെ ഇപ്പോൾ ഇത്രയും പ്രശ്നത്തിൽ നിൽക്കണത് അതുകൊണ്ടിട്ടാണ്. നിങ്ങൾക്ക് അവിടെ ജോലി പോയപ്പോൾ ഒത്തിരി ബുദ്ധിമുട്ട് വന്നില്ലേ? വന്നു, ഒരുപാട് ബുദ്ധിമുട്ട് വന്നു. ആ സമയം കൊറോണ കാലമായിരുന്നു. കൊറോണ കാലത്ത് ആണ് നമ്മൾ ഇവിടുന്ന് പോകുന്നത്, അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ വന്നപ്പോഴത്തേക്കും പിന്നെ തിരിച്ച് വന്ന് നമ്മൾ ജോലി നഷ്ടപ്പെട്ട് ഇവിടെ വരെ ജോലി ഇല്ല എന്നുള്ളൊരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയായിരുന്നു. അങ്ങനെ ബുദ്ധിമുട്ടിലായിരുന്നു മൊത്തത്തിൽ. പിന്നെ എല്ലാം ഈ പറയുന്ന സിറാജ് എന്ന് പറഞ്ഞ വ്യക്തിയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും അമർത്തുക.